ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം സ്ത്രീയായാലും പുരുഷനായാലും ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളായാലും സ്ത്രീധനത്തിൻ്റെ പേരിലായാലും ചിലപ്പോൾ ഹസ്ബൻഡ് സൈക്കോ ആയിരിക്കാം, വൈഫ് സൈക്കോ ആയിരിക്കാം. ഒരാളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമുക്കിന്ന് നോക്കുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്ന സന എന്തു പറയുന്നു? ഇത് എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ഡയറി ഇഷ്യൂസ് മാത്രമല്ല, ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ പിടിച്ചു നിൽക്കണോ, തിരിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ എല്ലാവർക്കും പറ്റുന്ന സാഹചര്യങ്ങളാണ്. ഒട്ടുമിക്ക ആളുകളും പഠിപ്പുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പഠിപ്പും ഒന്നുമില്ല. ഇപ്പം എല്ലാവർക്കും അതിനുള്ള കഴിവുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് മരിക്കും, ഒന്നില്ലെങ്കിൽ വൈഫ് പെൺകുട്ടികൾ മരിക്കും. പെൺകുട്ടികൾ മരിക്കുന്നതാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ പറ്റുന്നില്ല എങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് തടസ്സമായി മാറുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അവിടെ പ്രൈഡ് എന്ന് പറയുന്ന സാധനമാണ് പ്രശ്നം എന്ന് തോന്നുന്നു. ലൈക്ക് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക്. ഇപ്പോൾ ഒബ്വിയസ്ലി ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആയി പോവാം, എപ്പോൾ വേണമെങ്കിലും ബ്രേക്കപ്പ് ആവാം. അവിടെ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല എന്നല്ല, ലൈക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, കുട്ടി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊന്നുമില്ല, ഫാമിലി ഒന്നുമില്ല. അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണ്. സോ അവിടെ ഒരു ബ്രേക്കപ്പ് എടുത്താലും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പെൺകുട്ടിയോടെ പിടിച്ചു നിൽക്കണം. മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അറിയിക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് ചോദിക്കുക, വീട്ടിലേക്ക് അറിയിക്കുകയാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇയാളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, നിങ്ങളെങ്കിലും വരുമ്പോൾ വീട്ടുകാർ നോ അവിടെ തന്നെ നിൽക്കുന്നു, എങ്കിലും പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ് മരിച്ചു കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരും വന്ന് മറ്റേ പത്രങ്ങളുടെ മുമ്പിലും അല്ലെങ്കിൽ മീഡിയ ഈ പറയുന്ന ടി വിയുടെ മുമ്പിലൊക്കെ മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയുകയാണ്, അയ്യോ എൻ്റെ മോളോട് അവൾ അങ്ങനെ പറഞ്ഞിരുന്നു, പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങൾ പെണ്ണാണെന്ന് വിചാരിക്കുക, പെൺകുട്ടികളോട് ഒരുപാട് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ അവർ ഏറ്റവും അടുത്ത് പറയുന്നത് അവൾ കൂട്ടുകാരിയോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മേനോട് പറയാൻ പറ്റുന്നത് അമ്മ വിഷമിക്കേണ്ടാന്ന്, അച്ഛൻ വിഷമിക്കേണ്ടാന്ന് കരുതി ഒരു ആൻറ്റീനോടായിരിക്കാം. പെണ്ണുങ്ങൾ എന്തിനാ ഒതുക്കി പിടിക്കുന്ന കാര്യം? ഞാനിവിടെ പറഞ്ഞത് ഈ കേരള കൾച്ചർ വെച്ചിട്ട് പെൺകുട്ടികൾ എത്രയൊക്കെ മോഡേൺ ആണ്, എത്രയൊക്കെ നമ്മൾ ഫോർവേഡായി തിങ്ക് ചെയ്തു എന്ന് പറഞ്ഞാലും എപ്പോഴും പെൺകുട്ടികൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്.